ഒരിക്കലൊരാൾ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഹിമാലയത്തിലെ മല കയറുകയാണ്. നല്ല കയറ്റമുണ്ട്. ഇയാളുടെ കയ്യിൽ നല്ലൊരു ബാഗുണ്ട്, വലിയൊരു ബാഗ്. അതിന് നല്ല ഭാരമുണ്ട്. കഷ്ടപ്പെട്ടാണ് ഇയാൾ മല കയറുന്നത്. ഇയാൾക്ക് ശ്വാസം എടുക്കുന്നത് വലിയ പ്രയാസമായിട്ടുണ്ട്. അയാൾ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇയാൾ നല്ലപോലെ വിയർത്തൊഴുകുന്നുണ്ട്. പക്ഷേ ഇയാൾ യാത്ര നിർത്തിയില്ല. അയാൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അയാളൊരു കാഴ്ച കാണുന്നത്. അയാളുടെ മുന്നിൽ കൂടി ഒരു പെൺകുട്ടി നടക്കുന്നു. കൂടിപ്പോയാൽ 10 വയസ്സ്, അതിനപ്പുറത്തേക്ക് അവൾക്ക് പ്രായമില്ല. അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ അനിയനും അവളുടെ കൂടെയുണ്ട്. അതും ഒരു കൊച്ചു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിക്ക് നല്ല വണ്ണമുണ്ട്. അവൾ അവളുടെ അനിയനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരു ബാഗ് പുറകിലിടുന്ന പോലെ അവർ അവരുടെ കുട്ടികളെ പുറകിലിട്ടുകൊണ്ട് നടക്കും. ഇവളും അങ്ങനെയാണ് നടക്കുന്നത്. അവളുടെ അനിയൻ അവളുടെ പുറകിലുണ്ട്. അങ്ങനെയാണ് അവൾ അവളുടെ അനിയനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ അവിടെ എത്തുന്നത്. ഒരുപാട് ദയയോടെ, ഒരല്പം സങ്കടത്തോടെ അയാൾ ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "ഈ ഭാരം കാരണം നീ ക്ഷീണിക്കുന്നുണ്ടോ?" ആ പെൺകുട്ടി അവിടെ നിന്നു. അവളുടെ മുഖഭാവം അത്രയും മാറി. അവളുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ ഈ മനുഷ്യനെ തുറച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, "നിങ്ങൾ ചുമക്കുന്നതാണ് ഭാരം. ഇത് ഭാരമല്ല, ഇതെൻ്റെ അനിയനാണ്. നോക്കൂ, ഇതാണ് യഥാർത്ഥ സ്നേഹം." ഒരു വെയിങ് മെഷീനിൽ, വെയിറ്റ് നോക്കുന്ന മെഷീനിൽ 10 കിലോ ഭാരമുള്ള ഏതൊരു വസ്തു വച്ചാലും അതിന് ഒരേ ഭാരമാണ്. അതിപ്പോൾ എന്തായിരുന്നാലും ശരി. പക്ഷേ സ്നേഹത്തിൻ്റെ കണ്ണിൽ 10 കിലോ ഭാരമുള്ള ബാഗും 10 കിലോ ഭാരമുള്ള കുട്ടിയും രണ്ടും രണ്ടാണ്. കുട്ടിയുടെ ഭാരം 0. അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. നോക്കൂ, ഈ ലോകത്ത് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് തലയിൽ കൂടി ജീവിക്കുന്നവർ, മറ്റത് ഹൃദയത്തിൽ കൂടി ജീവിക്കുന്നവർ. നോക്കൂ, നമ്മളിൽ പലരും ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്നവരാണ്, ഭാര്യയും ഭർത്താവിനെ ശ്രദ്ധിക്കുന്നവരാണ്, മക്കളെ നോക്കുന്നവരാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നത് തല കൊണ്ടാണ്. കാരണം ഇവർക്കിതെല്ലാം ഒരു ഉത്തരവാദിത്തമാണ്, ഒരു കടമയാണ്. മിക്കപ്പോഴും ഇതൊക്കെ ഒരു ഭാരമാണ്. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്കിതൊക്കെ ഒരു ഭാരമായിരിക്കും, ഒരു കടമയായിരിക്കും, ഒരു ഉത്തരവാദിത്തമായിരിക്കും. കാരണം നിങ്ങളിത് ചെയ്യുന്നത് തല കൊണ്ടാണ്. അതേസമയം ഹൃദയം കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിതൊരു ഭാരമായി തോന്നുകയില്ല. പല ആൾക്കാരും പറയാറില്ലേ, എൻ്റെ കടമയായിരുന്നു ഇതെന്ന്. പക്ഷേ ഇതൊക്കെ തലയുടെ ഭാഷയാണ്. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇതെന്ന്, ഇത് തലയുടെ ഭാഷയാണ്. ഇതെനിക്ക് വല്ലാത്ത ഭാരമാണെന്ന്, ഇത് തലയുടെ ഭാഷയാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഈ വാക്കുകൾ വരില്ല, ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല. അവർ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അവർക്കതൊരു ബാധ്യതയല്ല, അവർ അത് ആനന്ദത്തോടെയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഉത്തരവാദിത്തമോ കടമയോ ഭാരമോ ഒന്നുമല്ല. അതവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങൾക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ സാധിക്കട്ടെ.